കോൺഗ്രസിലെ ശക്തികേന്ദ്രം മാറി മറയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ബിന്ദുവാകാൻ പല നേതാക്കളുടെയും പല ദിക്കുകളിൽ നിന്നുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇന്നലത്തെ ചില വാർത്തകൾ രമേശ് ചെന്നിത്തല എന്ന കേന്ദ്ര ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുത്തൻ അധ്യായമായിരുന്നു. 11 വർഷത്തിന്റെ പഴക്കം ചെന്ന കഥയുടെ പുനരാഖ്യാനം വലിയ രാഷ്ട്രീയ കളികളും വലിയ രാഷ്ട്രീയ തന്ത്രങ്ങളുമെല്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനിൽ നിന്നും രമേശ് ചെന്നിത്തല എന്ന മുൻ പ്രതിപക്ഷ നേതാവിലേക്കുള്ള ദൂരം എത്രയാണ്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് നിർണായകമാകുന്നത് എങ്ങനെയാണ്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ അപ്രസക്തനാകാൻ പോകുന്ന കോൺഗ്രസിലെ ആ നേതാവ് അദ്ദേഹം ആരാണ്? 9 വർഷങ്ങൾക്ക് മുൻപ് NSSലെ താക്കോൽ സ്ഥാനം എന്ന വാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയും NSSും തമ്മിൽ അകലുന്നത്. പക്ഷേ ഇപ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ NSSും SNDPയും രമേശ് ചെന്നിത്തലയെ ചേർത്ത് നിർത്തുമ്പോൾ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ രചിക്കപ്പെടുന്നുണ്ട്. പിണറായി സർക്കാരിന്റെ ഭരണം 8 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇനി കേവലം 1 വർഷത്തിന്റെ ദൂരം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളത്. എന്നാൽ വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചയിലേക്ക് പോലും എത്തി നിൽക്കുകയുമാണ്. വി.ഡി. സതീശനെ സ്വയം മുഖ്യമന്ത്രിയാകാൻ വിടില്ല എന്ന വാക്കുമായി കോൺഗ്രസിനകത്തെ മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയത് ഈ ആദ്യ കോൺഗ്രസിൽ സജീവമായി തുടങ്ങി എന്നതുകൊണ്ട് തന്നെയാണ്. അതായത് മുഖ്യമന്ത്രിയാകാൻ കൊതിക്കുന്ന മറ്റു ഒട്ടനവധി നേതാക്കൾ കോൺഗ്രസിനകത്ത് ഉണ്ട് എന്ന് സാരം. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, കെ. മുരളീധരൻ, ശശി തരൂർ എന്ന നേതാക്കളാണ് സതീശനെ ഒതുക്കാനായി രംഗത്തിറങ്ങിയത്. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായി മാറിക്കൊണ്ടുള്ള സതീശന്റെ രൂപഭാവ മാറ്റവുമെല്ലാം ചിലരെയെങ്കിലും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നാൽ 2026 നിർണായകമാകുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. കഴിഞ്ഞ ഭരണത്തിലെ ഏറ്റവും പെർഫോമിംഗ് ആയ പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല. ബ്ലൂബെറി, സ്പ്രിംഗ്ലർ, പമ്പ, മണൽക്കടുത്ത് തുടങ്ങി എല്ലാ വാർത്തകളെയും, അതായത് സർക്കാരിനെതിരെയുള്ള എല്ലാ വാർത്തകളെയും കൃത്യമായി തന്നെ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിക്കൊണ്ട് വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിച്ച് അഹോരാത്രം പണിയെടുത്ത ഒരു പ്രതിപക്ഷ നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് പാർലമെന്റിലും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പിന്നീട് അവസരം ലഭിച്ചില്ല എന്ന വിഷമം അദ്ദേഹം പലപ്പോഴായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നവർ മുഖ്യമന്ത്രിമാരായി വന്നിട്ടുണ്ട്. ആ പ്രതീക്ഷ ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്. കെ. കരുണാകരൻ പണ്ട് പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നിട്ടുണ്ട്. A.K. ആന്റണി ആണെങ്കിലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്നിട്ടുണ്ട്, പിന്നെ കാലാന്തരത്തിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ആണെങ്കിലും പ്രതിപക്ഷ നേതാവ് സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും അലങ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയെ പോലെ പ്രതിപക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു നേതാവിന് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പക്ഷക്കാരുടെ വാദം. 2026 രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ അനുയോജ്യമായ സാഹചര്യമാണ്. ഇപ്പോഴത്തെ SNDPയുടെയും NSSന്റെയും കൂടെ ചേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ നീക്കം അത് തീർത്തും തന്ത്രപരം തന്നെയാണ്. 2026 ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിഴച്ചാൽ പിന്നീട് 2031 അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്കുള്ള സാധ്യത കുറവാണ്. മുൻപ് NSSുമായുള്ള രമേശ് ചെന്നിത്തലയുടെ ബന്ധം കോൺഗ്രസ് മറ്റൊരു തരത്തിൽ വളച്ചൊടിക്കുകയും അദ്ദേഹത്തെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പ്രചരണം ഉയർത്തുകയും ചെയ്തു. അതായത് തീർത്തും കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ രമേശ് ചെന്നിത്തലയെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് സാരം. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പോലും പിന്തുണ വലിയ തോതിൽ അദ്ദേഹത്തിന് ഇല്ലാതെ പോയത്. മാത്രമല്ല മറ്റു സമുദായങ്ങളുടെയും ഘടകകക്ഷികളുടെയും പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നതിൽ തടസ്സവുമാവുകയും ചെയ്തിരുന്നു. പലപ്പോഴായി അദ്ദേഹം നൽകിയ പല അഭിമുഖങ്ങളിലും എന്നെ ഒരു നായറാക്കിക്കൊണ്ട് ബ്രാൻഡ് ചെയ്യാൻ കോൺഗ്രസിനുള്ളിലെ പലരും ശ്രമിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തുറന്നടിച്ചിരുന്നു. പലപ്പോഴും ആ അസ്വസ്ഥത അദ്ദേഹം പ്രകടമാക്കിയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഉമ്മൻചാണ്ടി രംഗത്ത് വന്നതും വലിയ വിവാദം തന്നെയായിരുന്നു. തന്നോളം ഒരു പവർ സ്റ്റാർ കോൺഗ്രസിൽ വേണ്ട എന്ന ഉമ്മൻചാണ്ടിയുടെ തീരുമാനം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിലേക്ക് വരുമെന്നുള്ള ചർച്ചകൾ ഉടലെടുത്തിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ആഭ്യന്തരം പോയിട്ട് മന്ത്രിസഭയിലേക്ക് പോലും എടുക്കില്ല എന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മട്ട്. പിന്നീട് വലിയ ഇടപെടലുകൾക്ക് ശേഷമാണ് അദ്ദേഹം 1.5 കൊല്ലത്തോളം ആഭ്യന്തരം ഭരിച്ചത്. എന്നാൽ ഇത്രയും അവഗണനകൾ ഏറ്റുവാങ്ങിയ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് കാത്തിരുന്ന് ലഭിച്ച അവസരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പൊളിറ്റിക്കൽ തന്ത്രം പയറ്റിക്കൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ സ്ഥാനം ഊട്ടിയുറപ്പിച്ചത്. മേരമൻ കൺവെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.ഡി. സതീശന് ലഭിച്ച ക്ഷണം ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിപ്പിക്കുന്നതിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരുന്നു. മാത്രമല്ല വി.ഡി. സതീശന് ലഭിച്ച മൈലേജും വലിയ ചർച്ചയുമായിരുന്നു. സി. അച്യുതമേനോനും ശശി തരൂരിനും ശേഷം വി.ഡി. സതീശന് അത്തരമൊരു പ്രാസംഗികന്റെ വേഷമാണ് മേരമൻ കൺവെൻഷനിൽ എത്തുന്നത് എന്ന വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന സാധ്യതയും മുൻകൂട്ടി കണ്ടുകൊണ്ട് കോൺഗ്രസ് പാളയത്തിലെ പ്രമുഖ നേതാക്കൾ തന്നെ ഭയക്കുകയും ചെയ്തിരുന്നു. ആ വാർത്തകൾ പോലും മങ്ങുന്ന തരത്തിലായിരുന്നു പിന്നീട് രമേശ് ചെന്നിത്തലയുടെ വരവ്. രമേശ് ചെന്നിത്തലയുടെ തിടുക്കപ്പെട്ടുള്ള നീക്കം സതീശന് ക്രൈസ്തവ മതവിഭാഗം
വിഭാഗങ്ങളിൽ ലഭിക്കുന്ന പിന്തുണയ്ക്ക് തടയിടാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണെന്നുള്ള സൂചനകൾ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ നിന്ന് പോലും പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു കാലത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ക്രൈസ്തവ സഭകളുടെ ശക്തനായ വാക്താവായിരുന്ന KM മാണിക്കെതിരായ ബാർക്കോഴ കേസിൽ സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ ചെന്നിത്തലയ്ക്കെതിരെ ക്രൈസ്തവ സഭകൾക്കിടയിൽ അമർഷമുണ്ട്. എന്തായാലും നേതാക്കൾ സോഷ്യൽ എഞ്ചിനീയറിംഗിന് കളത്തിലിറങ്ങിയതോടെ വരും ദിവസങ്ങളിൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പോര് കടുക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. സതീശനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുറത്തു വന്ന ദിവസം തന്നെ സുകുമാരൻ നായരും SNDPയും ചേർന്ന് രമേശ് ചെന്നിത്തലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് രംഗത്തെത്തിയത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള മത്സരത്തിന്റെ തുടക്കമെന്ന് വേണം കരുതാൻ.